ഓക്കെ ഡിയേഴ്സ്, നമ്മൾ 2 പാഠങ്ങൾ കംപ്ലീറ്റ് ആക്കി. ലെറ്റേഴ്സും അതേപോലെ ഹുറൂഫുൽ മുഖത്തഅ. ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയിട്ടില്ലേ? ഹൗ വി ആർ റീഡിങ് ഹുറൂഫുൽ മുഖത്തഅ? യെസ്. ഓക്കെ, ഒരു 5 more minutes നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സ്റ്റിൽ മെനി പീപ്പിൾ ആർ ജോയിനിങ്. പുതിയ ലെസൺ ആയതുകൊണ്ട് they all need to listen to the class. അപ്പോൾ ഒരു 7:35 ആകുമ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വെയിറ്റ്. ഓക്കെ, മുഖത്താണ് ഹുറൂഫുൽ മുഖത്ത ടോട്ടൽ 14 ലെറ്റേഴ്സ് ഉണ്ട്. ആൻഡ് ഇന്നലെ കുറച്ച് കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇവിടെ ലാം ആൻഡ് മീമിന്റെ മേലെയാണ് എസ് ഷേപ്പ് സൈൻ. എസ് ഷേപ്പ് സൈനിന്റെ പേര് മദ്ദിന്റെ സൈൻ, മദ് സൈൻ. ഓക്കെ, മദ് എന്ന് പറഞ്ഞാല് ടു സ്ട്രെച്ച്, നീട്ടുന്നത്. സോ മദ് സൈൻ ആണ്, മദ്ദിന്റെ ചിഹ്നം എന്നാ പറയുന്നത് ടീച്ചർ. ഐ എം നോട്ട് ടെലിംഗ് മദ് ലെറ്റർ. ശ്രദ്ധിക്കണം, മദ് ലെറ്റർ ഡിഫറെന്റ് ആണ്. മദ്ദിന്റെ സൈൻ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ദ വേവ് സൈൻ, എസ് ഷേപ്പ്. ദിസ് ഇസ് കോൾഡ് മദ് സൈൻ. സോ ദീസ് ടൈപ്പ് ഓഫ് സൈൻസ് വരുമ്പോ നമ്മൾ 6 സെക്കൻഡ് നീട്ടണം. അതില്ലാത്ത ലെറ്റേഴ്സിന്റെ മേലെ നോർമൽ 2 seconds. അതായത് ഇപ്പൊ ഇങ്ങനെ ആയിരിക്കണം. ഡോണ്ട് സേ ത്വഹ ത്വഹ. കുറച്ച് കുട്ടികൾ ത്വഹ എന്നാവുന്നത്, അങ്ങനല്ല. സെയിം ടൈമിംഗ് ആയിരിക്കണം. ഹ ഓൾസോ സെയിം ടൈമിംഗ് ആയിരിക്കണം. അപ്പൊ അത് എല്ലാവർക്കും മനസ്സിലായി. ഇൻഷാല്ലാ ടുഡേ വിൽ മൂവ് ടു ദ ന്യൂ ചാപ്റ്റർ. പുതിയ ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോകുന്നത് അൽ ഹുറൂഫുൽ മുതഹർരിക. ഓക്കെ, പറ്റുമെങ്കിൽ ഐ വിൽ ടേക്ക് 2 chapters today. Al huruful mutaharrika means letters with vowels. Letters with vowels. ഇംഗ്ലീഷിലെ vowels എത്രയാണ്? ഉച്ചാതെ 5 അല്ലേ? 5 ഏതിലാണ്? എ ഇ ഐ ഒ യു. ഇതേപോലെ തന്നെ നമ്മൾ അറബിയിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും എല്ലാം ഉണ്ടല്ലോ, അല്ലെ? സ്വരാക്ഷരങ്ങൾ. നമ്മൾ അറബിയിൽ സ്വരാക്ഷരങ്ങൾ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഇതന്നെയാണ് ഹുറൂഫുൽ മുതഹർരിക, അൽ ഹറകാത്ത്, ഇങ്ങനെയൊക്കെ. ആൻഡ് ഓൾസോ ഇൻ ഹിന്ദി ആൻഡ് മലയാളം ഓൾസോ ഇ ഉ ഇങ്ങനല്ലേ, ഔ ഐ, ഇങ്ങനെയുള്ള സൗണ്ട് എല്ലാം അറബിയിലും ഉണ്ട്. സോ ദാറ്റ് ഇസ് വാട്ട് വി ആർ ലേണിംഗ് ഇൻ ദിസ്. നമ്മളിങ്ങനെ ഐ തിങ്ക് മലയാളം ലെറ്റേഴ്സ് ടോട്ടൽ 63 ആണെന്ന് തോന്നുന്നു, ആൻഡ് ഹിന്ദി 56 അങ്ങനെ എന്തോ ആണ്. സോ അതിലെല്ലാം ഇങ്ങനെ പഠിക്കുന്ന പോലെ തന്നെ നമ്മൾ Arabic also will be learning like this. I think Hindi 37 letters. Okay, 36. So remember that. എല്ലാത്തിലും ബേസിക്സ് പഠിക്കുന്ന പോലെ അറബിക് ലാംഗ്വേജിലും ബേസിക്സ് ഉണ്ട്. പക്ഷേ ഇൻ മൈ ഒപ്പീനിയൻ ഐ തിങ്ക് അറബിക് ഈസ് മച്ച് ഈസിയർ ദെൻ റെസ്റ്റ് ഓഫ് ദ സബ്ജക്ട്. മലയാളം ഹിന്ദിനെക്കാളും ഈസിയാണ് അറബിയുടെ ലെറ്റേഴ്സിന്റെ മേലുള്ള ഇങ്ങനെയുള്ള ചിഹ്നങ്ങൾ. ഈസി, ഇംഗ്ലീഷ് ഈസിയാണ്. ഓക്കെ, പക്ഷെ ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് പിന്നെ ഐ തിങ്ക് അറബിക് ഈസ് ഈസിയർ. ഓക്കെ, ഇവിടെ നമ്മൾ കണക്ടേഴ്സിന് പേര് കൊടുക്കും. വൈ കണക്ടേഴ്സ്? ബിക്കോസ് നമ്മൾ സ്വരാക്ഷരങ്ങൾ എന്ന് പറഞ്ഞ പോലെ തന്നെ കണക്ടേഴ്സ് എല്ലാം കണക്ട് ചെയ്തിട്ട് ഓതുന്നതാണ്. ഇങ്ങനെയുള്ള ചിഹ്നങ്ങൾ കണക്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഖുർആൻ ഓതാൻ പറ്റുള്ളൂ. സോ ലെറ്റേഴ്സിന് മേലെ ഇങ്ങനെയുള്ള ചിഹ്നങ്ങൾ ടീച്ചർ കണക്ടേഴ്സ് എന്ന് പഠിക്കും, പേരിടാം. ഓക്കെ, ഇറ്റ്സ് അനദർ നെയിം ഓൾസോ കോൾഡ് കൺസണൻസ്. കൺസണൻസ് ടഫ് ആണ്. സോ കണക്ട് ചെയ്യുന്ന അല്ലേ? സോ ലെറ്റ്സ് സീ. There are 16 connectors in Arabic. Okay, there are 16 connectors in Arabic. 16 connectors. First the 3 connectors are Fatha, Kesra, Dhamma. The 3 connectors, first one Fatha. ഇങ്ങനെയാണ് അറബിയിൽ എഴുതുന്നത്. Fatha. It is the small slanting line above letter. For example, alif ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. മേലെ കാണുന്ന ചെരിഞ്ഞ ലൈനാണ് ഫത്ഹ. സെക്കൻഡ് കണക്ടർ കെസ്റ. കെസ്റ എന്ന് പറയുമ്പോൾ എവിടെ ലൈന് വരാ? ഹംസ ആണെങ്കിൽ ഒരു അലിഫ് ആണെങ്കിൽ താഴെ ആയിരിക്കും ഒരു ചെറിയ ലൈൻ. ദ്വാദാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദ്വാദ് എന്നല്ല, ദ്വാദ് എന്നാണ്. അപ്പൊ ഇറ്റ് ഈസ് എ ചെറിയ വാവ് പോലെ ഒരു ലെറ്ററിന്റെ മേലുണ്ടാവും. ഫത്ഹ ആണ് ടീച്ചർ കളർ ചെയ്തത് പിങ്ക് കൊണ്ട്. ഓക്കെ, ശ്രദ്ധിക്കാം.
So name the first three connectors. ഏതൊക്കെയാണ്? Which are the three connectors? Fatha, Kasra. Walaikum salam. Fatha, Kasra, Dhamma. The first three connectors are Fatha, Kasra, Dhamma. Fatha എന്ന് പറയുന്നത് ഒരു ചെരിഞ്ഞ ലൈന് ഒരു ലെറ്ററിന്റെ മേലെ കാണും, സ്ലാൻഡിങ് ലൈൻ. കെസ്ര എന്ന് പറയുന്നത് ഒരു ചെരിഞ്ഞ ലൈന് ഒരു ലെറ്ററിന്റെ താഴെ കാണും. ദ്വമ്മ എന്ന് പറയുന്നത് ചെറിയൊരു വാവിന്റെ ഷേപ്പാണ്. ഇറ്റ് ഈസ് ലൈക്ക് ഊ സൗണ്ട്. ഫത്ഹാന്റെ കെസ്ര, ഫത്ഹാന്റെ സൗണ്ടിന് ഓപ്പണിംഗ് ഓഫ് ദ മൗത്ത്. അ, ബ, ത, സ, ജ, ഹ, ഹ ഇങ്ങനെ വരും. ഓപ്പണിംഗ് ഓഫ് ദ മൗത്ത്. കെസ്ര എന്ന് പറയുമ്പോൾ ലോവറിംഗ് ഓഫ് ദ ജോ. ലോവറിംഗ് എന്താണ്? നമ്മൾ എന്തെങ്കിലും താഴ്ത്തി വെക്കുന്നത്. ഓക്കെ, ലോവറിംഗ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലോവറിംഗ്? സംതിങ് നമ്മൾ താഴോട്ടേക്ക് ആക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ലോവറിംഗ് ഓഫ് യുവർ ചിൻ. ചിൻ എന്താണ്? താടി. മനസ്സിലായോ? അപ്പൊ ലോവറിംഗ് ഓഫ് ദ ചിൻ എന്ന് പറയുമ്പോൾ താടിന്റെ എല്ല് ചെറുതായിട്ട് താഴോട്ടേക്ക് മൂവ് ആവുന്നതാണ്. അത് പക്ഷെ നമുക്ക് കണ്ണാടിയിൽ നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കാണുന്നില്ല. മനസ്സിലായോ? ഇ, സൗണ്ട് ഓഫ് ലെറ്റർ ഇ. സൗണ്ട് ഓഫ് ദ ലെറ്റർ ഇ. നമ്മൾ എല്ലാ ലെറ്റേഴ്സിന്റെ മേലെ അത് ഇടുമ്പോ എന്താ? ബി, ടി, സി, ജി അങ്ങനെയാണ് നമ്മൾ കെസ്ര കൊടുക്കുന്നത്. മനസ്സിലായോ? ഈ നെക്സ്റ്റ് ലാസ്റ്റ് കണക്ടർ, അതായത് മൂന്നാമത്തെ കണക്ടർ ആണ് ദ്വമ്മ. ദ്വമ്മ എന്ന് പറയുമ്പോ എന്ത് ശബ്ദ വരാ? ഉ. ഓക്കെ, നിങ്ങൾ രണ്ട് ചുണ്ടുകളും മുന്നിലേക്ക് വരണം. ബോത്ത് യുവർ ലിപ്പ്, അപ്പറും ലോവർ ലിപ്പും ഫ്രണ്ടിലേക്ക് വരണം. ഓക്കെ, ഉമ്മ വെക്കുന്നില്ലേ? ഓക്കെ, when you are kissing your brother or sister, നമ്മൾ രണ്ട് ചുണ്ടും ഫ്രണ്ടിലേക്ക് വരൂലേ? അതേപോലെ ലുക്ക് അറ്റ് ദിസ്. ഉ, ബു, തു, സു, ജു, ഹു, ഹു ഇങ്ങനെ ആയിരിക്കണം. ഫത്ഹക്ക് അ, ബ, ത. അപ്പറാണ് ലോവർ ഇങ്ങനെ മേലോട്ടേക്കും താഴോട്ടേക്കും വരുന്നതാണ്. കെസ്ര എന്ന് വരുമ്പോ ചിന്നിങ്ങനെ ഇ, ബി, ടി ഇങ്ങനെ വരാം. ദ്വമ്മ എന്ന് പറയുമ്പോ ഉ, ബു. ഈച്ച് ആൻഡ് എവറി ഹറക്കാത്ത്, ഇതിനെയാണ് ഹറക്കാത്ത് എന്ന് വിളിക്കുന്നത്. ഹറക്ക. സോ ഇഫ് ഐ എം ആസ്കിങ് ഏതൊക്കെയാണ് മൂന്ന് ഹറക്കാത്ത്, നിങ്ങൾ എന്താ പറയണ്ടേ? മൂന്ന് ഹറക്കാത്തിന്റെ പേരുകൾ ചോദിക്കും എക്സാമിന്. ഇതാണ് മെയിൻ തിങ്. If I am asking which are the three harakat, you have to say fatha, kasra, dhamma. Now if I am asking ഏത് ഹറക്കയിലാണ് വായ ഓപ്പൺ ആവുന്നത്? Which haraka? Those who know tell me. Fatha. Fatha. You should say fatha, not a. Which haraka uses lowering of the chin? Kasra. Kasra. Which haraka uses pointing of the lip? Dhamma. ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആ ടീച്ചർ ചോദിക്കുക. അല്ലാതെ സൗണ്ട് നമ്മൾ നമ്മൾ ഓറൽ ടെസ്റ്റിന് നമ്മൾ അത് ചെയ്യും. ഓറൽ എക്സാം വരും. ഓക്കെ, ഈ 12 ലെസൺസ് കംപ്ലീറ്റ് ആക്കിയാൽ എല്ലാവർക്കും അതായത് 1 to 12 വരെയുള്ള ലെസൺസിന്റെ എക്സാം ഉണ്ടാവും. അത് ടീച്ചർ ഇങ്ങനെ സെപ്പറേറ്റ് ആയിരിക്കും എടുക്കാം, ഒരു 10 മിനിറ്റ്സ് വെച്ചിട്ട്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ പറയാൻ പറ്റണം. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, റീഡിംഗ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഫത്ഹ മീൻസ് ഓപ്പണിംഗ് ഓഫ് ദ മൗത്ത്, കെസ്ര മീൻസ് ലോവറിംഗ് ഓഫ് ദ ചിൻ, ദൊമ്മ മീൻസ് പോയിന്റിംഗ് ഓഫ് ദ ലിപ്പ്. ഇതാണ് നമ്മുടെ ടീച്ചർ ഇങ്ങനെ പഠിപ്പിച്ചത്. അപ്പൊ അതുപോലെ ആയിരിക്കണം. മൂവ്മെന്റ്സ് ഷുഡ് മൂവ്, യുവർ ലിപ്പ് ഷുഡ് മൂവ് ലൈക്ക് ദാറ്റ്. അൽഹംദുലില്ലാഹി. ശ്രദ്ധിക്ക്, അൽ. അപ്പൊ സുക്കൂൻ ആണെങ്കിലോ, സുക്കൂന്റെ ചാപ്റ്റർ വരുന്നുണ്ട്. അൽ സുക്കൂൻ എന്ന് പറയുമ്പോ നമ്മൾ എവിടെയാണ് ഉള്ളത്? ലൈക്ക് വാട്ട് എവർ പൊസിഷൻ യു ആർ ഇൻ, നിങ്ങളെ വായന്റെ അല്ലെങ്കിൽ ചുണ്ടിന്റെ പൊസിഷൻ എവിടെയാണ്, സെയിം നോർമൽ പൊസിഷനിലേക്ക് വരണം സുക്കൂനിന്. അപ്പൊ അൽഹംദു ഇങ്ങനെയാണെങ്കിൽ അൽ ഹം ദു. ദാലിന് ദൂന്ന് വരണം. എന്താ പ്രോബ്ലം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഖുർആൻ ഓതുമ്പോ സ്പീഡിൽ ഓതുമല്ലേ നിങ്ങള്? ഫാത്തിഹ എടുക്ക്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. നിങ്ങൾ കെസ്ര പ്രോപ്പർ ആവുന്നില്ല, നിങ്ങൾ ഫത്ഹ പ്രോപ്പർ ആവുന്നില്ല, ദൊമ്മ പ്രോപ്പർ ആവുന്നില്ല. ടീച്ചർ പറഞ്ഞ മൂവ്മെന്റ് ചെയ്ത് നോക്കണം നിങ്ങൾ.
Alhamdulillahi Rabbil Alameen. Ar-Rahmanir Rahim. ഇങ്ങനെ ടീച്ചർ പറയുന്ന ആ മൂവ്മെന്റ് ശ്രദ്ധിക്കുക. ലെറ്റേഴ്സ് വായിക്കുമ്പോ കെസ്ര വരുമ്പോ ഈ ഇങ്ങനെ ശരിക്കും ആവണം. ദൊമ്മ വരുമ്പോ ചുണ്ട് കൂർപ്പിക്കണം. ഇങ്ങനെ ഈ ബേസിക് കാര്യങ്ങൾ നിങ്ങൾ നല്ലോണം മൈൻഡിൽ ഇടാം. ഇതൊന്നും നമുക്ക് നോട്ട്സ് ആക്കിയിട്ട് തന്നാലും ഒരു ലിമിറ്റ് ഉണ്ട്. യു ഹാവ് ടു പ്രാക്ടീസ് ഓൺലി. ഓക്കെ, ഇൻഷാ അല്ലാ നമുക്ക് റീഡ് ചെയ്യാം. എല്ലാവർക്കും ഈ കാര്യങ്ങൾ മനസ്സിലായില്ലേ? 3 ഹറക്കാത്ത് ഏതൊക്കെയാണ്? ഫത്ഹ, കസ്റ, ദമ്മ. ഹറക്ക എന്ന് പറഞ്ഞത് സിംഗിൾ, ഹറക്കാത്ത് എന്ന് പറഞ്ഞത് പ്ലൂറൽ. അതായത് ഇപ്പൊ ആപ്പിൾ, ആപ്പിൾസ്, അല്ലെ? ടൊമാറ്റോ, ടൊമാറ്റോസ്, അങ്ങനെ പറയൂലേ? അതേപോലെ ഹറക്ക, ഹറക്കാത്ത് ഇങ്ങനെ പറയും. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ ഇഫ് യു സീ ദ ചാപ്റ്റർ നെയിം, റീഡ് ദ ചാപ്റ്റർ നെയിം എങ്ങനെയാണ്? ലെറ്റേഴ്സ് വിത്ത് ഹറക്ക, അൽ ഹറക്കാത്ത്. ഏതെല്ലാം 3 ഹറക്കാത്ത്? ഫത്ഹ, കസ്റ, ദമ്മ. ഓക്കെ, നൗ റീഡിങ്ങിൽ ശ്രദ്ധിച്ചോ. ഒറ്റ സെക്കൻഡേ പറ്റുള്ളൂ. അതാണ് ഇതൊരു മിസ്റ്റേക്ക് ആണ് കുറെ ആൾക്കാർ ചെയ്യുന്നത്. 1 second ഓൺലി ഫോർ 1 ഹറക്ക. അ, ഇ, ഉ, ഹ, ഹി, ഹു. അതായത് 1 സെക്കൻഡ് പറയുമ്പോ എന്താ? നിങ്ങളെ സെക്കൻഡ് ഹാൻഡ്, നിങ്ങളെ ഈ സെക്കൻഡ് ഹാൻഡ് ഉണ്ടാവൂലേ ക്ലോക്കില്, അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മൂവ്, ഒറ്റ പ്രാവശ്യം മൂവ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? 1 സെക്കൻഡ്. അതിനാണ് നമ്മൾ ഈ ഹറക്കന്റെ ടൈമിങ്. അപ്പോ അ, ഇ, ഉ, ഹ, ഹി, ഹു ഇങ്ങനെ ആയിരിക്കണം. അല്ലാണ്ട് അ, ഇ, ഉ, ഹ, ഹി, ഹു ഇങ്ങനെ ആക്കാൻ പാടില്ല. അതപ്പോ വേറെ ലെറ്റർ ആയി, വേറെ വോവൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഷോർട്ട് വോവൽസ് ആണ്. ലോങ് വോവൽസ് ആണ് ഈ, ഉ. അത് നമ്മൾ പിന്നെ പഠിക്കും. ഓക്കെ, സോ റിമെമ്പർ മൈ ഡിയർ സ്റ്റുഡൻസ്, ഓൺലി 3 ഹറക്ക, ഫത്ഹ, കസ്റ, ദമ്മ, 1 second. ഓക്കെ, 1 second മാത്രമേ നിങ്ങൾ അത് പറയാൻ പാടുള്ളൂ. ടീച്ചർ ഇങ്ങനെ വായിക്കുന്നുണ്ടേ, ശ്രദ്ധിച്ചോ. ഹ, ഹി, ഹു, ഗ, ഗി, ഗു, ഖ, ഖി, ഖു. ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെവി ലെറ്റേഴ്സ് ഉണ്ട് അല്ലെ? അപ്പൊ ഖ, ഖി, ഖു അങ്ങനെയല്ല. ഖ, ഖ, ഖി, ഖു, ഖ, ഖി, ഖു. പിന്നെ ലൈറ്റ് ലെറ്റർ ആണ് കാഫ്. ക, കി, കു, ജ, ജി, ജു, ഷ, ഷി, ഷു, യ, യി, യു. പിന്നെ ദോദാണ് ഹെവി, ഹെവി. ദോ, ദി, ദു, ല, ലി, ലു, ന, നീ, നു, റോ, രി, റു. റോ ഇങ്ങനെ ആയിരിക്കണം. RAW. The apple is raw. The tomato is raw. The grape is raw എന്നെല്ലാം പറയില്ല. അതേപോലെ റോ, റോ ഇങ്ങനെ ആയിരിക്കണം. റോ, രി, റു, ഖോ, തി, തു, ദ, ദി, ദു, ത, തി, തു, സോ, സി, സു, സ, സി, സു, സ, സി, സു. സോളാ ലെറ്റർ. ലെറ്റർ സോ, സി, സു, സ, സി, സു, സ, സി, സു, ഫ, ഫി, ഫു, വ, വി, വു, ബ, ബി, ബു, മ, മി, മു. ഇങ്ങനെയാണ് ഹറക്കാത്തിന്റെ ചാപ്റ്റർ. വായിക്കാൻ വളരെ ഈസിയാണ്, പക്ഷെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് അത് കൊടുക്കുന്നുണ്ടോന്നാണ് എന്റെ കൺസേൺ. ആസ് എ തജ്വീദ് ടീച്ചർ, അതിലാണ് കോൺസെൻട്രേഷൻ. എനിക്കറിയാം, യു ഓൾ നോ ദിസ്. ഐ നോ ദിസ് ഇസ് എ വെരി ഈസി. നമ്മൾ 5 വയസ്സ് മുതൽ ഇത് പഠിക്കുന്നത്. അപ്പൊ ഇത് പ്രൊണൗൺസിയേഷനിലാണ് മോർ ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായല്ലോ? ടീച്ചർ ഓരോരുത്തരെ വിളിക്കുക, ഒരു 4 ലൈൻസ് എല്ലാവരും നല്ല കറക്റ്റ് ആയിട്ട് വായിക്കണം കേട്ടോ. എല്ലാവർക്കും ക്ലാസ്സിന്റെ മെയിൻ കോൺസെപ്റ്റ് മനസ്സിലായ? മെയിൻ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായ? യെസ്, ഫാത്തിമ, ഫിദ, നസ്രീൻ. യെസ്, ഓക്കെ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും? എനിവൺ ഹാസ് എ ഡൗട്ട്? ഓക്കെ ഡിയർ. സോ ഐ വിൽ കോൾ റംസാൻ. വായിച്ചോ ഫസ്റ്റ് 4 ലൈൻസ്, ഷീനിന്റെ ഷീൻ വരെ. ഓക്കെ, ടിൽ ഷീൻ. റംസാൻ. ഇല്ല, അങ്ങനെ വായിക്കണ്ട. നോ നീഡ് ഓഫ് എക്സ്പ്ലനേഷൻ. ജസ്റ്റ് അ, ഇ, ഉ അങ്ങനെ മതി. A, I, U, A, I, U, A, I, U, A, U, O,
ho. ഒരു മിനിറ്റ് മോനെ, ജസ്റ്റ് അതൊന്ന് അറിയാണ്ട് കട്ടായി പോയി. ഒരു മിനിറ്റ്. I'll just share it again. ഓക്കെ, ഇതിന്റെ PDF ടീച്ചർ അയക്കും. അതേപോലെ തന്നെ നമ്മൾ ഇത്രയും ക്ലാസ്സസ് എടുത്തതിന്റെ നോട്ട്സ് അയക്കും. നിങ്ങൾ 2 ദിവസം നിങ്ങൾക്ക് സ്റ്റഡി ലീവ് ഉണ്ട്. സ്റ്റഡി ലീവ് അല്ല, നോർമൽ ലീവ് ഉണ്ട് അല്ലെ? സാറ്റർഡേ സൺഡേ ആകുമ്പോഴേക്കും ടീച്ചർ അയക്കുന്ന എല്ലാ നോട്ട്സും എല്ലാവരും കംപ്ലീറ്റ് ആക്കണം. ഡെയിലി നോട്ട്സ് എഴുതാൻ ടീച്ചർ പറയുന്നില്ല, മനസ്സിലായോ? സാറ്റർഡേ സൺഡേ ലീവാണ്. ആ ദിവസങ്ങൾ നിങ്ങൾ ഇതിന്റെ നോട്ട്സ് കംപ്ലീറ്റ് ആക്കണം. ബിക്കോസ് ഐ നോ നിങ്ങൾക്ക് സ്കൂൾ ഉണ്ട്, നിങ്ങൾക്ക് അതിന്റെ നോട്ട്സും ഹോംവർക്ക് എല്ലാം ചെയ്യാനുണ്ടാവും. അപ്പൊ വെറുതെ ഇതും കൂടി ടീച്ചർ ബേർഡൻ ആക്കുന്നില്ല. ഇത്രയും ടൈം നിങ്ങൾക്ക് ഞാൻ തരുന്നുണ്ട് കേട്ടാ. സോ ഞാനിപ്പോ മൺഡേ മുതൽ ഫ്രൈഡേ വരെ നോട്ട്സ് സെൻഡ് ആക്കുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് മൺഡേക്ക് ഉള്ളിൽ നിങ്ങൾ നോട്ട്സ് കംപ്ലീറ്റ് ആക്കിയാൽ മതി. മനസ്സിലായല്ലോ? ഓക്കെ, സോ ഓക്കെ റംസാൻ, യു ക്യാൻ കണ്ടിന്യൂ. Ha, hi, hu, o, i, u, e, u, za, di, nu, sa, su. ഓക്കെ മോനെ, ബാർക്കുന്ന. അടുത്തത് മൻഹ. യാ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫ്രം ഹിയർ ടിൽ ഹിയർ. Ya, yu, do, di, du, la, li, lu, na, ni, nu, ro, ri, ru, zo, zi, zu. ഇതേതാ പുള്ളിയില്ലാത്ത ലെറ്റർ? Da, di, du, ta, ti, tu. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നൂഹ വായിച്ച. നൂഹ യോദേ? നൂഹ മോളെ. യെസ് മാം. യു സ്റ്റാർട്ട് ഫ്രം ഹിയർ, സ്വാദ് തൊട്ട് ലാസ്റ്റ് ലൈൻ വരെ. ഓക്കെ. സോ, സി, സു, സ, സി, സു. മാം അത് ന ആണോ? അത് സ ആണ് കേട്ടോ, ലെറ്റർ സ. സ, സി, സു, സോ, സി, സു, സോ, സി, സു. അല്ല, ഇതെന്താ? സീസു. സോ, സി, സു. ലൈറ്റ് ലെറ്റർ ആണേ. സീസു. ഇത് കണ്ടിന്യൂ. ഫ, ഫി, ഫു, വ, വി, വു, ബ, ബി, ബു, മ, മി, മു. യെസ്, മതി. ബാറക്കല്ലാ. ഫാത്തിമ ഫിദ, ഫസ്റ്റ് 4 ലൈൻസ്. A, I, U, ha, hi, hu, a, I, U, ha, hi, hu, oi, ayo, ra, ri, hu, ha, hi, hu, pa, ki, ku, ka, ki, ku, ja, ji, ju, sha, shi, shu. അത് മതി, അത്രയും മതി. ബാറക്കല്ലാ. നൈഫ, കണ്ടിന്യൂ ഫ്രം യാ. Ya, ye, yu, do, di, du, la, li, lu, na, ni, nu, ro, ri, ru, to, ti, tu, da, di, du, ta, ti, tu. ഒരു കാര്യം ടീച്ചർ പറയാൻ പറ്റുമോ? റോ എന്ന അക്ഷരത്തിന് കെസ്ര വരുമ്പോ നമ്മള് മലയാളത്തിൽ ഇങ്ങനെ പറയാ, രി. റീന്ന് ഓതൂല കേട്ടാ. റീ റോങ് ആണ്. ഓക്കെ, ലൈറ്റ് ആയിട്ടാണ് പറയേണ്ടത്. ഇൻഷാല്ലാ അതിനെ കുറിച്ചിട്ട് കൂടുതൽ നമ്മൾ തജ്വീദിന്റെ ക്ലാസ് പഠിക്കും. ബട്ട് റിമെമ്പർ വൺ തിങ്, ഞാൻ പറഞ്ഞിട്ടില്ലേ, റോ ചില നേരം കട്ടിയായിരിക്കും, ചില നേരം ലൈറ്റ് ആയിരിക്കും. സോ രി എന്നായിരിക്കണം, രി. ഓക്കെ, രി. അരി, തരി, നരി എന്നൊക്കെ പറയില്ലേ, അതേപോലെ രി സൗണ്ട് ആണ് റോ വിത്ത് കെസ്ര. ഈ ഒരു ബേസിക് കാര്യം നിങ്ങൾ പഠിച്ചാൽ നല്ലതാണ് കേട്ടാ, ഇപ്പം തന്നെ. സോ റോ, രി, റു. ഫാത്തിമ ഫിദ അതൊന്നും ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്ക്, കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോന്ന്. Ra, ri, ru,
യെസ് വെരി ഗുഡ്. റാദിറു. ഓക്കെ. ഇമാത് വായിക്ക്. സ്വാദ് മുതൽ ഓക്കെ അതല്ല മോനെ. സ്വാദ് മുതൽ സ്വാഫീസു صوصيصو ساسيسو زازيزو ضوضيضو ذاذيذو ساسيسو നെക്സ്റ്റ് കംപ്ലീറ്റ് ആക്കിക്കോ ലെസൺ. فافيفو واويوو بابيبو ماميمو. വെരി ഗുഡ്. ഓക്കെ. നൗ നെക്സ്റ്റ് നസ്രിൻ, ഫസ്റ്റ് 4 lines. Okay. A, I, U, Ha, Hi, Hu, A, I, U, Ha, Hi, Hu, Gha, Ghi, Ghu, Kha, Khi, Khu, Qa, Qi, Qu, Ka, Ka, Ki, Ku, Kha, Khi, Khu, ജീം നമ്മളത് ജീജു Ja, Ji, Ju, Sha, Shi, Shu. അത്രയും മതി. ബാറക്കല്ലാ. അടുത്തത് സൽഹ. കണ്ടിന്യൂ ഫ്രം യാ. يايو دوديدو لاليلو نانينو راريرو طاطيتو داديدو تاتيتو. യെസ് വെരി ഗുഡ്. മാഷാഅല്ലാ, എല്ലാ കുട്ടികളും നന്നായിട്ട് വായിച്ചിട്ടുണ്ട്. ടീച്ചറിനെ ആരെ വിളിക്കാനുള്ളത്? അസ്ലം വായിച്ച. സ്റ്റാർട്ട് ഫ്രം ഹിയർ. സ്വാദ് മുതൽ. അസ്ലം ലെഫ്റ്റ്. ഇനി നമുക്ക് ഒരു ചാപ്റ്ററും കൂടി എടുക്കാനുള്ള സമയമുണ്ട് കേട്ടോ. വെറുതെ നമ്മൾ ടൈം കളയുന്നില്ല. ജസ്റ്റ് ഇൻ കേസ് ടീച്ചറിന്റെ ബേബിക്ക് പനിയോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ടീച്ചറിന് ക്ലാസ് എടുക്കാൻ പറ്റൂല. ഓക്കെ, സോ ദാറ്റ്സ് വൈ ടീച്ചർ കുറച്ച് സ്പീഡിൽ മൂവ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലെസൺ ഇസ് അബൌട്ട് തൻവീൻ. നോക്ക് മക്കളെ, തൻവീൻ എന്ന് പറഞ്ഞാല് ഇറ്റ് ഇസ് എൻ എക്സ്ട്രാ നൂൻ വിത്ത് എ സുക്കൂൻ. സുക്കൂനുള്ള നൂന്റെ ചാപ്റ്റർ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ നൂനിന് സുക്കൂൻ നോക്ക്, ഇങ്ങനെ നിങ്ങൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടാവും. ബട്ട് ഖുർആനില് സുക്കൂന്റെ ചിഹ്നം ഇങ്ങനെയാണ് മക്കളെ, ശ്രദ്ധിച്ചോ. ഒരു ഹാന്റെ തല പോലെ. ഹാ ഇങ്ങനല്ലേ, ബട്ട് ദിസ് പാർട്ട് ഹാന്റെ പകുതി പോലെ ഉള്ള സൗണ്ട് അല്ല, ചിഹ്നമാണ് ഖുർആനില് സുക്കൂൻ ഉണ്ടാവാം. ഞാനൊന്ന് അത് ഷെയർ ചെയ്യട്ടെ. ഫസ്റ്റ് ഐ വാണ്ട് ടു ഷെയർ ദ ഖുർആൻ വിത്ത് യു. കാണിച്ചു ഇതാ, ഇവിടെ നോക്ക് എല്ലാരും. ജസ്റ്റ് ടീച്ചർ ഫാത്തിഹ തന്നെ എടുക്കാം. ഫാത്തിഹയിൽ നോക്ക്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇവിടെ തന്നെ നോക്കിയാ എവിടെയുള്ളത് സുക്കൂന്? എല്ലാ പ്ലേസസിലും ഉണ്ട്. ഇവിടെ സുക്കൂൻ ഉണ്ട്, ബിസ്മിലുണ്ട്. ഇതാണ് സുക്കൂൻ. ഒരുപാട് ആയത്തിൽ സുക്കൂൻ ഉണ്ട്. അപ്പൊ സുക്കൂനാന്ന് ഇത് മനസ്സിലാക്കണം. എന്താ പ്രശ്നം? കുറെ കുട്ടികൾ പഠിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ഉണ്ടാവും ഇത് പോയിട്ട് തൊമ്മ പോലെ ഉച്ചരിക്കുന്നത്. തൊമ്മയല്ല, തൊമ്മ ഇതാ എവിടാ നോക്കിയാ. ഇപ്പൊ ടീച്ചർ സർക്കിൾ ചെയ്യുന്ന തൊമ്മയാണ്. ഇതാണ് തൊമ്മ. നിങ്ങള് സുക്കൂനും തൊമ്മയും ഒന്നിച്ച് മിക്സ് ആക്കല്ലേ, അത് കൺഫ്യൂഷൻ ആവണ്ട. ഖുറാനില് എല്ലാ മുസാഫിലും മോസ്റ്റ്ലി ഇതേപോലെയാണ് സുക്കൂൻ ഉണ്ടാവുക. സുക്കൂൻ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുന്ന പോലെ, ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്യുന്ന പോലെ. അതിനെ കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കും. അപ്പൊ തൻവീന്റെ ചാപ്റ്റർ നമ്മൾ ഇന്ന് പഠിക്കുന്നത്. തൻവീൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ നൂൻ സാക്കിന അറ്റ് ദ എൻഡ് ഓഫ് എ വേർഡ്. തൻവീൻ മീൻസ് എക്സ്ട്രാ നൂൻ സാക്കിന അറ്റ് ദ എൻഡ് ഓഫ് ദ വേർഡ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ടീച്ചർ പറഞ്ഞത് ഫസ്റ്റ് മൻ എന്നാണ് അല്ലെ, മൻ. അത് ആക്ച്വലി എന്താണെന്നറിയോ? മീം വിത്ത് ഫത്ഹ പ്ലസ് നൂൻ വിത്ത് സുക്കൂൻ. ഇതാ ശരിക്കും. അത് ഈസ് ഓഫ് റൈറ്റിംഗ് ആൻഡ് റീഡിങ്ങിന് വേണ്ടിയിട്ട് ചില സ്കോളേഴ്സ് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചിഹ്നമാക്കിയേ ഉള്ളൂ. മനസ്സിലായ? അപ്പൊ മിൻ എന്ന് അങ്ങനെ ആയിരിക്കും. ഹൗ വിൽ ബി മിൻ ആക്ച്വലി? Can anyone say? with a kasra plus noon sukun. മീം വിത്ത് കെസ്ര പ്ലസ് നൂൻ വിത്ത് സുക്കൂൻ. അതാണ് മിൻ. ബുൻ ആണെങ്കിലോ, ബുൻ. Who will tell me? ഇമാദ് പറയണ്ട. Girls, somebody, anyone can say? Can anyone say? Naifa? Nuha, anyone? Ba with ba with തൊമ്മ
plus noon with sukun. നൂൻ വിത്ത് സുക്കൂൻ. ഇങ്ങനെയാണ് ഇപ്പൊ ടീച്ചർ ഇങ്ങനെ എഴുതിയ, ശരിക്കും ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വോളണ്ടിയർ ചെയ്യാം കേട്ടോ. ടീച്ചർ ഇപ്പൊ പേര് വിളിക്കാൻ തന്നെ ആക്കണ്ട. ദോസ് ഹു നോ ദ ആൻസർ ക്യാൻ ടെൽ. ഓക്കെ, ഒരു മിനിറ്റ് മക്കളെ. ഓക്കെ, ഇവിടെ നോക്ക്. നൗ സുക്കൂനുള്ള നൂൻ ആണ് ഇതെന്ന് മനസ്സിലാക്കിയല്ലോ. 3 ടൈപ്പ് തൻവീൻ ഉണ്ട് കേട്ടാ. there are 3 types of തൻവീൻ. ഇതാ ടീച്ചർ ഫസ്റ്റ് സർക്കിൾ ചെയ്ത് നോക്കിക്കോ എല്ലാരും. ഇതാണ് ഫത്ഹത്തേൻ. ഒന്നുമില്ല, 2 ഫത്ഹ ഒന്നിച്ചിട്ടുണ്ടായപ്പോ എന്താ സൗണ്ട്? ഫത്ഹത്തേൻ, കസ്റത്തേൻ. കസ്റത്തേൻ, കസ്റത്തേൻ എന്ന് പറയുമ്പോ 2 കസ്റ താഴെ. പിന്നെ ഉള്ളത് ദ്വമ്മത്തേൻ. നമ്മൾ ഫത്ഹ കസ്റ നമ്മൾ പഠിച്ചല്ലോ. ജസ്റ്റ് തേൻ എന്ന് പറഞ്ഞ വേർഡ് ആഡ് ചെയ്താൽ മതി. ഇതാണ് നമ്മളുടെ ഖായിദ നൂറാനിയിൽ പഠിപ്പിക്കുന്നത്. സൗദി മെത്തേഡിൽ ഇങ്ങനെയാണ് ഫത്ഹത്തേൻ, കസ്റത്തേൻ, ദ്വമ്മത്തേൻ. സോ ഇഫ് ഐ എം ആസ്കിംഗ് which are the 3 types of tanween, എന്ത് പറയും? ضمتين. فتحتين is 2 lines above letter. كسرتين 2 lines below the letter. ضمتين 2 ضمة above the letter. Now ശ്രദ്ധിക്കണേ, ضمتين ഇവിടെ ഇങ്ങനെയല്ല അല്ലെ? എങ്ങനെയുള്ളത്? ടീച്ചർ ഒന്ന് zoom ചെയ്ത് കാണിച്ചു. ഒരു ദ്വമ്മം അതുപോലെ ഒരു വരയും. അതെ, ഇവിടെ നോക്കിയ ആക്ച്വലി ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ ഒരു 69ന്റെ നമ്പർ പോലെ. 69 ഇങ്ങനല്ലേ, ബട്ട് ഇത് ഷേപ്പ് നോക്കിക്കോ ദ്വമ്മത്തേന്റെ ഇങ്ങനെയാണ്. സോ ഇതും കൺഫ്യൂഷൻ ആവാൻ പാടില്ല. ഖുർആനിൽ 2 ടൈപ്പ് ഓഫ് ദ്വമ്മത്തേൻ ഉണ്ട്. ഏതൊക്കെയാണ്? ഇങ്ങനെ, പിന്നെ ഇങ്ങനെ. ഓക്കെ, 2 ടൈപ്പ് ഓഫ് ദ്വമ്മത്തേൻ ഉണ്ട്. ഇവിടെ നമ്മുടെ ബുക്കിൽ ഡിഫിക്കൽട്ട് ആണ് കുറച്ച് കാണാന്. ബട്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഇസ് ദ ദ്വമ്മത്തേൻ. ഓക്കെ, സോ ഇൻഷാല്ലാ നമുക്ക് വായിക്കാം. അപ്പൊ മെൻ ഫത്ഹത്തേൻ വരുമ്പോ MAN എന്നാണ് വിചാരിച്ചോ. മിൻ എന്ന് പറയുമ്പോ MINN. മുൻ എന്ന് പറയുമ്പോ MUNN. ഇങ്ങനെ വരാം. അപ്പൊ മൻ, മിൻ, മുൻ, ബൻ, ബിൻ, ബുൻ, വൻ, വിൻ, വുൻ. വെരി ഈസി. സോ ദാറ്റ്സ് വൈ ഐ എം ടേക്കിംഗ് ദിസ് ചാപ്റ്റർ നൗ ഇറ്റ്സെൽഫ്. ഓക്കെ, ഇതും കൂടി കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് എല്ലാ ലെറ്റർക്കും മാറ്റമുണ്ട്. ഫത്ഹത്തേൻ ഇപ്പൊ നോക്ക്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നൗ ഫത്ഹത്തേൻ ഇങ്ങനെയും കാണുന്നുണ്ട്. പിന്നീട് ഖുറാനില് ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ, സ്ക്രീന് കുറച്ചും കൂടി വലുതാക്കാൻ പറ്റുന്നു. ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ടോ മോളെ? യെസ്, കുറച്ചും കൂടി വലുതായിട്ട് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്ക. ദിസ് ഇസ് ദ ഫത്ഹത്തേൻ. ഓക്കെ, പിങ്ക് കളറിലുള്ളത്. ബ്ലൂ കളറിലുള്ളത് കസ്റത്തേൻ. ടീച്ചർ സർക്കിൾ ചെയ്യുന്നതാണ്, ബ്ലൂ കളറിലുള്ള കസ്റത്തേൻ. ദ്വമ്മത്തേൻ ഐ വിൽ ബി സർക്കിളിംഗ് ഇൻ ഗ്രീൻ. ഓക്കെ, എല്ലാവർക്കും ചിഹ്നങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലായ? യെസ് എവ്രിവൺ, ഗേൾസ്? ഇനി നിങ്ങൾ ഖായിദ നൂറാനെ വേറെ പോയി പഠിക്കോ? വേണ്ട, ആവശ്യമില്ല. അതായത് അഗെയിൻ ഈ ഖായിദ നൂറാനെ പഠിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായ? ഞാൻ ഇവിടെ ഓൾറെഡി വൃത്തിക്ക് പഠിപ്പിക്കുന്നുണ്ട്. ദാറ്റ്സ് വൈ ഐ എം സേയിങ് ഇഫ് യു ഹാവ് എനി സിംഗിൾ ഡൗട്ട്, ചെറിയ ഡൗട്ട് ആയ പോലും ചോദിക്കാൻ മറക്കരുത് കേട്ടാ. ഓക്കെ, സോ കാരണം ഇത്ര എക്സ്പ്ലനേഷൻ വേറെ തരൂല. ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ ഗോയിങ് ടു മദ്രസ, ഇങ്ങനെയാണ് തൻവീന് കാണാന്, അത് എക്സ്ട്രാ നൂൺസ് ആക്കിനെയാണ്, അങ്ങനൊന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയൂല. ഓക്കെ, ചില ഉസ്താദ്മാർ പറയുമായിരിക്കും, ബട്ട് പേഴ്സണലി ഐ എക്സ്പീരിയൻസ്ഡ് അങ്ങനൊന്നും പറയുന്നില്ല. ജസ്റ്റ് മൻ, മിൻ, രണ്ട് ടൈപ്പ് ഉണ്ട് ഫത്ഹത്തേന് ആക്ച്വലി. അതായത്
ഇങ്ങനെ 2 ലൈൻസ്. ഇതിപ്പോ ഒരു ലൈൻ ഇങ്ങനെയും ഒരു ലൈൻ ഇങ്ങനെയല്ലേ ഉള്ളത് അല്ലേ? യെസ്. ഫോർ ഫത്തഹത്തൈൻ ഖുറാനില് ഇങ്ങനെയും ഉണ്ട്. പാരലൽ ടു ഈച്ച് അതർ. പാരലൽ ലൈൻസ് പഠിച്ചിനാ? പാരലൽ ലൈൻസ് മാത്സില് 2 ലൈൻ ഇങ്ങനെ പാരലൽ അതെ, ലൈൻസ് എന്താണ്? കൂട്ടിമുട്ടൂല, പക്ഷെ ഇതിങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും ആയിരിക്കും അല്ലെ? മേലെ താഴെ. അതുപോലത്തെ ഫത്തഹത്തൈനും ഉണ്ട്. ദിസ് ഇസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറ്റം വരുന്നത്? ഡിപ്പെൻഡ്സ് അപ്പോൺ ഈച്ച് റൂൾ. ഓരോ റൂൾ അനുസരിച്ചിട്ട് മാറുന്നതാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് തജ്വീദിന്റെ കോഴ്സ് പഠിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ അത് മനസ്സിലാവുക. ഇപ്പൊ എല്ലാം കൂടി പറഞ്ഞാല് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അപ്പൊ അറിയാം 2 ഫത്തഹത്തൈൻ ക്യാൻ കം അബവ് ലൈക്ക് ദിസ് പാരലൽ ലൈൻ ആയിട്ട്, പിന്നെ അല്ലെങ്കിൽ ഇതേപോലെ അപ്പുറത്തും ഇപ്പുറത്തും ചെറിയൊരു ചേഞ്ച് ലൈക്ക് ദിസ്. ഓക്കെ, ഞാനിപ്പോ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് വായിച്ചിട്ടേണ്ട ആവശ്യമില്ല. ഇതേപോലെ നേരത്തെ വായിച്ച പോലെ ഓരോരുത്തരെ വിളിക്കുക, 4 ലൈൻസ് വായിക്കുക. then you can leave. Those who finished reading can leave. Okay, inshallah. So teacher first Aslam വായിക്കി. Aslam, try reading. ഏതാ ടീച്ചറെ? ഇവിടുന്ന് ഈ പാഠം മൻ മിൻ മുൻ ഹുറൂഫുൽ മുനവ്വന എന്ന് പറഞ്ഞാൽ എന്താണ്? See, if you see അൽ ഹുറൂഫുൽ മുനവ്വന, ലെറ്റേഴ്സ്. ഹുറൂഫ് എന്ന് പറഞ്ഞാൽ ലെറ്റർ ആണ്, ഹർഫ്. ഹുറൂഫ് എന്ന് പറഞ്ഞാൽ ലെറ്റേഴ്സ് വിത്ത് തൻവീൻ എന്നാണ്. ഓക്കെ, അപ്പൊ തൻവീന്റെ അക്ഷരങ്ങൾ യു സ്റ്റാർട്ട് ഫ്രം മീം ടു സ്വാദ്. അവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. മൻ മിൻ മുൻ ബാൻ. അല്ല, അത് നോക്ക്. ഒരു മിനിറ്റ്. ഓക്കെ അസ്ലം, കണ്ടിന്യൂ ചെയ്തോ. ഓക്കെ, ഈ ബാൻ എന്ന് പറഞ്ഞിട്ട് വായിക്കണ്ട. നോ നീഡ് ഓഫ് നീട്ടിയിട്ട് വായിക്കേണ്ട ആവശ്യമില്ല കേട്ടോ മക്കളെ. കാരണം എന്താ അറിയോ, ഖുറാനില് നമ്മൾ ഈ ബാൻ എന്ന് പറഞ്ഞിട്ടല്ല വായിക്കുക. അത് നിർത്താൻ വേണ്ടിട്ട് ഇവര് അബദൻ, ഫോർ എക്സാമ്പിൾ അബദൻ എന്ന് പറഞ്ഞ വേർഡാന്ന് വിചാരിച്ചോ. പക്ഷെ അത് നമ്മൾ നിർത്തുമ്പോൾ സ്റ്റോപ്പിംഗ് നമ്മൾ എന്താക്കും? അബദ. മനസ്സിലായ? അബദ. അങ്ങനെ നിർത്താൻ വേണ്ടി വായിക്കുന്നതുകൊണ്ടാണ് ആ ഒരു അലിഫ് അവിടെ ഇടുന്നത്. ഇപ്പൊ നമ്മളെ ഫോക്കസ് എന്താണ്? തൻവീന് മാത്രാണ്. Isn't it? So you just have to recite like this. Ban. Don't say ban. അങ്ങനെ നീട്ടണ്ട. Okay, now continue. Ban bin bun. Ban bin bun. Wan bin bun. Fan fin fun. Fan sin sun. Ran lin dun. Yes. Bon lin lun. ഇവിടുത്തെ ലെറ്റർ നമ്മള് മുന്നേ പഠിച്ചത് ലോ എന്നല്ല, ഇത് ആക്ച്വലി സോ എന്നാണ് മോനെ. See if I am writing in English. Bon lin. എന്ന് പറഞ്ഞ ഇങ്ങനെ സൗണ്ട് കേട്ടോ. ഹെവി ലെറ്റർ ആണ്. ഒന്നും കൂടി ട്രൈ ചെയ്യ്. നെക്സ്റ്റ് ലെറ്റർ Zan zin zun. San sin sun. Swan swin sun. യെസ്, സ്വാദാണ്. അപ്പൊ ഹെവി ആണ്. സ്വൻ സിൻ സുൻ ഇങ്ങനെ പറഞ്ഞ. Swan swin sun. ഓക്കെ, ഇനി അസ്ലം മോനോ മേൽ ചാപ്റ്റർ വായിച്ചിട്ടില്ലല്ലോ. ഇത് ഈ ഒരു ലൈൻ ഒന്ന് വായിച്ച. ഫ ഫി ഫു. Fa fi fu. Wa bi wu.
babibu, mamimu. Yes. Okay. Now next, I'll call Salha. ഇവിടുന്ന് വായിച്ചോ. San tin tun മുതൽ. Tan tin tun. Dan zin zun. അല്ല, ഇത് ലെറ്റർ ദാലല്ലേ? Dal. അപ്പൊ ദൻ. Dan din dun. Ton tin tun. Run rin run. Nan nin nun. Lan lin lun. Don zin dun. ശ്രദ്ധിക്കലാരും ദോദാണ്. അപ്പൊ ദ്വൻ ദ്വിൻ ദ്വൻ ഇങ്ങനെ വരും. Don din dun. Yan yin yun. യെസ്, ഗുഡ്. മാഷാഅല്ലാ. ഷസ കുറച്ച് ലേറ്റ് ആയിട്ടില്ലേ ജോയിൻ ചെയ്തേ? അല്ല, യു ജോയിൻ ലേറ്റ് നോ? Yes, ma'am. ഇവിടെ വായിക്ക്. ഇതും കൂടി വായിച്ചിട്ട് പോയിക്കോ. These 3 lines. ജ ജി ജു ഫത്ഹ കസ്റ ദമ്മ. Ja, ji, ju. Sha, shi, shu. യെസ്. Ya, yi, yu. La, li, lu. How did I teach the letter dod? Ma'am, I was absent that day. This one is dodidu. Dwa, dwi, du. Now you have to make it heavy. Dwa എന്ന് പറയുമ്പോൾ അത് wrong ആണ്. ദോ ദോ ദോ. Heavy ആക്ക്. ദോദിതു. Dwa, dwi, du. Yes. Continue. La, li, lu. Mm. Na, ni, nu. Ra, ri, ru. Ra heavy ആക്കണം. ഫത്ഹ കൊടുക്കുമ്പോ. Ra ri ru. Ra, ri, ru. രി രി. നോക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തത്. നമ്മൾ അരിന്ന് അങ്ങനെ പറയില്ലേ? രി. രി. അപ്പൊ കെസ്ര വരുമ്പോ രി എന്നായിരിക്കണം. Okay. ഓക്കെ. Ra രി ru. Ra, ri, ru. Ta, ti, tu. ഓക്കെ, ഗുഡ്. അത്ര മതി. നോക്ക്, ആബ്സെന്റീസ് അല്ലെങ്കിൽ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത ആൾക്കാർ ടീച്ചർ റെക്കോർഡിംഗ് ഇന്നലത്തെ അയച്ചിട്ടില്ല, മിന്നാന്നത്തെ വെച്ചിട്ടില്ല, അതെല്ലാം ഒന്ന് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ടൈം വേണം കേട്ടോ. അപ്പൊ അത് മിസ്സായ ചാപ്റ്റേഴ്സ് ഒന്ന് കാണണേ. ഓക്കെ. അടുത്തത് ഇമാദ് വായിച്ചോ. സ്റ്റാർട്ട് ഫ്രം ഷൻ. Those who finish reading may leave. Okay. Shan, shin, shun. Jan, jin, jun. Kan, kin, kun. Qan, qin, qun. Continue. Khan, khin, khun. Run, rin, run. Han, hin, hun. Ran, rin, ran. Han, hin, hun. An, in, un. Yes, very good. Mashallah. Assalamu alaikum. Assalamu alaikum. അടുത്തത് റംസാൻ വായിക്കാം. ഫസ്റ്റ് 4 lines. Yes, ma'am. Man min mun. Man min mun. Man min mun. One min mun. Tan tin kun. Tan tin kun. Lan lin lun. Lon lin lun. Nan tin lun. Nan tin kun. 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 Yes, അത് മതി. Okay, barakallah. Now next. Nuha വായിക്ക്. Continue from 10. Okay, ma'am. Tan tin tun. Ton din dun. Ton tin tun. Run rin run. Nan nin nun. Lan lin lun. Gun gun gun. Yan yin. Yes. നമുക്ക് നൂഹ ഇതും കൂടി വായിക്കൊന്ന്. ഇത് ടീച്ചർ ക്ലിയർ ആയിട്ടില്ല. ദ്വൻ. Dun dun dun. Yes. Okay, dear. Barakallah. അടുത്തത് നൈഫ വായിച്ച. ഷൻ മുതൽ. Shun.
Jen, Jin, Jun, Kun, Fin, Kun, Kun, Continue. Next page. Hun, Hin, Hun, Un, Han, Hin, Un, In, On, Han, Hin, Hun, An, In, On. Yes. Okay. Barakallah. Next. Nazrin. First 4 lines. Man min mun, ben bin bun, wan bin bun, fan fin fun, sen sin fun, then win wun, zon win zun, zen zin zun, sen അത്രയും മതി ബാർക്കല്ല അത് മതി മോളെ. അടുത്തത് 3 lines. ഐ കോൾ ഇമാദ്. ഇമാദ് വായിച്ചതാണ് അല്ലേ? മൻഹ മൻഹ. സൻ മുതല് സൻ സിൻ സുൻ San, sin, sun. Son, sin, sun. Tan, tin, tun. Dan, din, dun. Ton, twin, twin. Run, run. റിൻ റിൻ എന്ന് Na, പറഞ്ഞു. റിൻ റിൻ rin. ആ Rin, Run. run. ആ Run. Na, ni, nun. നൻ La, നൻ എന്ന് പറ. തൻവീൻ അല്ലേ? നൻ nan, nan, nin, nun. Lal, lil, lul. ലിൻ എന്ന് കറക്റ്റ് പറയാം. ലിൽ എന്നാവല്ലേ മോളെ? ലിൻ Lin, ലൻ ലിൻ ലുൻ. ദ നൂൺ സൗണ്ട് കറക്റ്റ് ആയിട്ട് വരണം. lan, Okay, this is a lin, tanween, no? Yes. Okay. Now next teacher ആരെ വിളിക്കാനുള്ളത്? Assalamualaikum. ഷസന വിളിച്ചില്ലേ? എന്നെ വിളിച്ചിട്ടില്ല ടീച്ചറെ. ഫിദ ഓദിക്കും. ഫസ്റ്റ് 3 lines വായിച്ചു. ഫസ്റ്റ് 3 lines. മൻ മുതൽ. മൻ മിൻ മുൻ, ബൻ ബിൻ ബുൻ, വൻ ബിൻ ബുൻ, ഫൻ ഫിൻ ഫുൻ, സൻ സിൻ സുൻ, സൻ സിൻ സുൻ, സൻ സിൻ സുൻ, സൻ സിൻ സുൻ. Yes. ഇനി ആരാ ഉള്ളത് വായിക്കാൻ? anyone else? അസ്സലാമുഅലൈക്കും. വലൈക്കും അസ്സലാം. വായിച്ചു. നസ്രിൻ, നൂഹ, ഷസ വായിച്ചില്ലേ? Okay dears, then we'll see tomorrow. Barakallah. Assalamu alaikum wa rahmatullah. Waalaikumsalam warahmatullahi wabarakatuh.